സോ പാർട്ട് 2 ഓഫ് മൈ ഡേസ് ഫീഡ് മൈ ഫോൺ എഡിഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, അടുത്ത ഡെയർ എന്താ വെച്ചാല് അപ്ഷിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോവാം. ഇൻസ്റ്റാഗ്രാമോ? ആ, എന്നിട്ട് ബ്ലോക്ക് ലിസ്റ്റ് ഉണ്ടാവില്ല, ഇൻസ്റ്റാഗ്രാമിലെ ബ്ലോക്ക് ലിസ്റ്റ്. അതിൽ എത്ര നെയിംസ് ഉണ്ട് കാണിക്കാൻ. പബ്ലിക് അക്കൗണ്ടില് 11 പേര്. എനിക്കിപ്പോൾ സത്യം ഇതിൽ കുറേ ഇതുണ്ട്, ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട്. എനിക്കിങ്ങനെ ആദ്യമൊക്കെ മൈൻഡ് ചെയ്യാണ്ട് വിട്ട, പക്ഷെ എന്നാൽ ഒബ്സീൻ മെസ്സേജസ് ഒക്കെ അയക്കുന്ന ഒരു 11 അക്കൗണ്ട് ഉണ്ട്. പ്രൈവറ്റ് അക്കൗണ്ട് 48 ബ്ലോക്ക്ഡ് കോണ്ടാക്ട്സ് ഉണ്ട്. അതിലിപ്പോൾ ആരൊക്കെ, ഇതിലും കുറച്ച് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട്. പിന്നെ അയ്യോ, ഇതിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ടറിയോ? ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ട്രെൻഡ് വന്നില്ലായിരുന്നോ, എൻ്റെ അക്കൗണ്ട് ഹാക്ക് ആയിട്ടുണ്ട് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട്. അങ്ങനത്തെ എല്ലാവരും കുത്തിരി ഞാൻ ബ്ലോക്ക് ചെയ്തു, പിന്നെ അൺബ്ലോക്ക് ചെയ്യാൻ മറന്നു. അപ്പോൾ അറിയുന്ന കുറച്ച് പേരുണ്ട്, പിന്നെ വെറുപ്പിച്ച കുറച്ച് ആൾക്കാരുണ്ട്. ഇത്രയും ആൾക്കാർ ബ്ലോക്ക് ഇട്ട. അതാണ് ഈ മറ്റേ ഹാക്ക് ചെയ്തതെന്നൊക്കെ ഞാൻ. പിന്നെ കുറച്ച് നോസി റിലേറ്റീവ്സിനെയും ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. Okay, so either Google or YouTube or both of them എടുത്തിട്ട് ലാസ്റ്റ് സെർച്ച് ഹിസ്റ്ററി കാണിക്കാം. ഓക്കെ, ഗൂഗിൾ നമാസ് ടൈം കോഴിക്കോട് ദീനിക്കുട്ടി. അതായത് ഞാൻ അതെൻ്റെ കള്ളക്കളിയാണ്, അങ്ങനല്ല, കുരുത്തക്കേട് അല്ല. പക്ഷേ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഞാൻ 3:30 ആകുമ്പോൾ അലാം വെച്ചിട്ടാണ് ലോഹർ നിസ്കരിക്കാൻ പോവുക. എന്നിട്ട് എപ്പോഴാണ് അസർ ബാങ്ക് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അസറും നിസ്കരിക്കും. അപ്പം ഞാൻ രണ്ടും ഒരുമിച്ച് കിട്ടാൻ വേണ്ടി സമയമില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യാറാണ് പതിവ്. അതുകൊണ്ട് നമാസ് ടൈം കോഴിക്കോട്. സോ ബേസിക്കലി ഇപ്പം നമ്മൾ ചെയ്തത് ഓരോരോ ഡെയർ ആണ്. സോ ഷീ ഡെയർഡ് മീ ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ അവൾ എന്നെ ഇത് ചെയ്യാൻ വേണ്ടി ചാലഞ്ച് ചെയ്തു എന്നുള്ള മീനിങ് ആണ്. അപ്പം ഞാൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നതിന് ഡെയർ ഡെവിൽ എന്ന് പറയാം. അതായത് എന്തെങ്കിലും ചെയ്യാൻ ധൈര്യമുള്ള ആളെ നമുക്ക് ഡെയർ ഡെവിൽ എന്ന് വിളിക്കാം. ഇനി തീരെ ധൈര്യമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആളെ നമുക്ക് കവേർഡ് എന്നും വിളിക്കാം. സോ ദാറ്റ് ഈസ് ദി ഓപ്പോസിറ്റ് ഓഫ് ഈച്ച് അതർ, ഡെയർ ഡെവിൽ ആൻഡ് കവേർഡ്. സോ അവൻ ഒരു ധൈര്യം ഇല്ലാത്ത ആളാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ആയിഷക്കും വൈഷ്ണവിക്കുള്ള പണിയും കൂടി കൊടുക്കാം. ഓക്കെ, സോ വെയിറ്റ് ഫോർ പാർട്ട് 2 ഓഫ് ദ ഹോൾ സീരീസ്.